ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് കാച്ചിക്ക പുഴുങ്ങാന്ന് കരുതി. കാച്ചിക്ക കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കാച്ചിക്ക പുഴുങ്ങി കാന്താരി ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിട്ട്. കപ്പയെക്കാളിലൊക്കെ നല്ല രുചിയുണ്ട്. കാച്ചിക്കയും ചേമ്പും ചേനയും ഒരൈറ്റത്തിൽ പെട്ടതാണ്, കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടത്. എല്ലാം ഇങ്ങനെ പുഴുങ്ങി തിന്നാനും കൊള്ളാം, പിന്നെ കറി വെക്കാനും കൊള്ളാം. കാച്ചിക്കയും ചേമ്പും എല്ലാം കൂടി പുഴുക്കുണ്ടാക്കിയത് നല്ലതാണ്. കറി വെച്ച് കഞ്ഞിക്ക് കൂട്ടാൻ നല്ലതാണ്, കഞ്ഞിയും പുഴുക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നല്ല നല്ല അഭിപ്രായങ്ങളും ഇടണേ. കാച്ചിക്ക ഇങ്ങനെ തൊലി ചെത്തി ഒരുക്കിയെടുക്കണം ആദ്യമായിട്ട്. ഇത്രയും കാച്ചിക്ക ചെത്തിയെടുത്തിട്ടുണ്ട്. കാച്ചിക്കയെല്ലാം ചെത്തിയെടുത്ത് അത് നന്നായിട്ട് കഴുകിയെടുക്കണം. പൈപ്പ് വെള്ളത്തിൽ വെച്ച് നന്നായിട്ട് കഴുകണം. എന്തില്ല ഇതിലൊക്കെ ഇരിക്കുന്ന മണ്ണൊക്കെ പോവുള്ളേ. മണ്ണിൽ നിന്ന് പറിച്ചെടുത്തതാണല്ലോ. നന്നായിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ട് മുറിച്ചിടണം. എല്ലാം ഒരേ വലിപ്പത്തിൽ വേണം മുറിച്ചിടാനായിട്ട്, എങ്കിലേ എല്ലാം ഒരുപോലെ വേകുകയുള്ളൂ. നന്നായിട്ട് എല്ലാം ഒരേ വലിപ്പത്തിൽ മുറിച്ചിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് കുക്കറിൽ വേവിക്കാമെന്ന് ഓർത്താണേ. കുക്കറിലാണെങ്കിൽ 2 വിസിലടിച്ചാൽ മതി, എപ്പോഴേ കാച്ചിക്ക വെന്ത് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ വിസിലെല്ലാം പോയി കഴിയുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വേകും, നല്ല രുചിയുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാച്ചിക്ക കുക്കറിൽ വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി, 1/4 ഭാഗം വെള്ളം ഒഴിക്കുക. നമ്മുടെ കാച്ചിക്കയെല്ലാം വെന്തിട്ടുണ്ട്. കുക്കറെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ആഹാ, കാച്ചിക്ക എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. അതിനുശേഷം കുക്കറിലേക്ക് തന്നെ അതിട്ടിട്ട് കുറച്ച് നേരം തീയെ വെച്ചൊന്ന് വെള്ളം വറ്റിക്കണം. ശകലം വെള്ളം കാണും, ഈ കാച്ചിക്കായലൊക്കെ പിടിച്ചിരിക്കുന്ന കുറച്ച് വെള്ളമുണ്ടേ. ആ വെള്ളം ഒന്ന് പോകാനായിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് കുക്കറിലേക്കിട്ട് ഇച്ചിരി നേരം ഒന്ന് വെക്കാം. ഇതിനകത്ത് ഉപ്പൊഴിച്ചിട്ടില്ലായിരുന്നു. ഈ കുക്കറിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഉപ്പൊഴിച്ച് വെച്ചാൽ അടിയിലുള്ള കായന് മാത്രമേ ഉപ്പ് പിടിക്കുകയുള്ളൂ. അടിയിൽ കിടക്കും ഉപ്പെല്ലാം കൂടെ, അതുകൊണ്ട് ഉപ്പൊഴിച്ചില്ല. അതുകൊണ്ട് ശകല ഉപ്പും കൂടെ തളിച്ച് നമുക്ക് ഇതൊരു 1 മിനിറ്റ് നേരം ഒന്ന് തീയലിരുന്നാൽ മതി, വെള്ളം ഒന്ന് വറ്റാനായിട്ട്. അപ്പോൾ അവിടെ കാച്ചിക്ക വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ടേ. നമുക്ക് ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കാം. നല്ല സൂപ്പറായിട്ട് വെന്തു, നല്ല പൊടിയുണ്ട്. സൂപ്പർ കാച്ചിക്ക. കൂട്ടാനായിട്ട് മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ. സ്വല്പം മുളക് ചമ്മന്തിയും എടുത്ത് സ്വല്പം തൈരും കൂടി ചമ്മന്തിയിൽ ഒഴിച്ച് കാച്ചിക്ക ഒന്ന് കഴിച്ച് നോക്കാം. കാച്ചിക്കയും മുളക് ചമ്മന്തി, തൈരൊഴിച്ച മുളക് ചമ്മന്തി നല്ലതാ, സൂപ്പർ.